ഇന്ന് മഹാശിവരാത്രിയാണ്. ഫെബ്രുവരി മാസം 26-ാം തീയതി, കുംഭം 14, ബുധനാഴ്ച. ശിവരാത്രിക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഒരിക്കലൊക്കെയാണല്ലോ പലരും പ്രദോഷവും മഹാശിവരാത്രിയിലുമെല്ലാം ഒരിക്കലൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ഇന്ന് രാവിലെ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് സംസ്ഥാനത്തുടനീളം കാണാൻ കഴിയും. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ്. ക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി ആഘോഷത്തിൻ്റെ നിറവിലാണ്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറത്ത് തുടക്കമായി. പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രകർമ്മങ്ങൾക്കും ചടങ്ങുകൾക്കും മേൽശാന്തി കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് നാളെ രാത്രി 2 വരെ ആലുവയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ജലി ശ്രീജിത രാജ് ചേരും നമുക്കൊപ്പം. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. അഞ്ജലി, ആലുവയിൽ ക്ഷേത്രത്തിലൊക്കെ പോയോ? നല്ല തിരക്കാണോ രാവിലെ ആലുവ മണപ്പുറത്തുള്ളത്? ഈ ശിവരാത്രി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ആളുകൾക്ക് അറിയുക രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് വ്രതനിഷ്ഠയോടുകൂടി നോമ്പെടുത്ത് പിറ്റേ ദിവസം വരുന്ന ആളുകളെയാണ് നമ്മൾ കാണുക. ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെ ഐശ്വര്യത്തോടു കൂടി അഞ്ജലി നിൽക്കുന്നു രാവിലെ. ഗുഡ് മോർണിംഗ്, ശിവരാത്രി ആശംസകൾ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അരുൺകുമാർ പറഞ്ഞ പോലെ ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. നിരവധി ആളുകളാണ് രാവിലെ 4 മണി മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കാണ് കൂടുതൽ ആളുകളും ആലുവ മണപ്പുറത്തേക്ക് എത്തിച്ചേർന്നത്. കൂടാതെ ശിവരാത്രിയോടനുബന്ധിച്ചും ക്ഷേത്രത്തിൽ നിരവധി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ പൂജാകർമ്മങ്ങളും വിവിധ പരിപാടികളും ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ ഇന്ന് 4 മണി മുതലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇവിടെ 116 ബലിത്തറകളാണുള്ളത്. നമ്മൾ ഈ കാണുന്ന ഓരോ ബലിത്തറകളിലും ഈ കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം അതുമായാണ് പുഴയിലേക്ക് എത്തി പുഴയിലിറങ്ങി 3 തവണ മുങ്ങിക്കുളിച്ച് വീണ്ടും ക്ഷേത്ര ദർശനം നടത്തിയ ആളുകൾ മടങ്ങുക. ഈ ശിവരാത്രി ദിനത്തിൽ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് ഈ മരിച്ചവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും, കൂടാതെ അവരുടെ അനുഗ്രഹം വർദ്ധിക്കും തുടങ്ങിയ വിശ്വാസത്തിലാണ് കൂടുതൽ ആളുകളും ശിവരാത്രി ദിനത്തിലും ബലിതർപ്പണത്തിനായിട്ട് എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 116 ബലിത്തറകളുണ്ട്. ഇവിടെ ബലിതർപ്പണം നടത്താനായിട്ട് 75 രൂപയാണുള്ളത്. ഇവിടെ കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം അതുമായാണ് പുഴയിലേക്ക് ഇറങ്ങുക. കൂടാതെ ഇന്ന് ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ വിവിധ രീതിയിലുള്ള പൂജാ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനും നിരവധി ആളുകൾ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോഴാണ് കൂടുതൽ ആളുകൾ ഈ ബലിത്തറകളിലേക്ക് എത്തുന്നത്, അതായത് ബലിയിടാനായിട്ട് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത്. നമ്മൾ എത്തിയ സമയത്ത്, അത് ഒരു 6 മണി ആ സമയമാകുമ്പോൾ ആളുകളുടെ കുറച്ച് ആളുകളായിരുന്നു എത്തി തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ച് ബലിതർപ്പണത്തിനെത്തുന്നു. കൂടാതെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നു. ഇന്ന് നിരവധി പരിപാടികളുണ്ട് ക്ഷേത്രത്തിൽ. അതായത് അരുൺകുമാർ പറഞ്ഞ പോലെ രാത്രി ഉറങ്ങാതെ അത്തരത്തിൽ നിരവധി പരിപാടികൾ ആസ്വദിക്കാനായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. കൂടാതെ അന്നദാനമുണ്ട്. 1500 പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ ഡ്യൂട്ടിയിൽ 1500 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. കൂടാതെ ഈ പുഴയിലേക്ക് കൂടുതൽ ഇറങ്ങുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴമുള്ള ഭാഗത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാരിക്കേഡുകളും ആ രീതിയിലുള്ള കെട്ടിയൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. കൂടാതെ ഇന്ന് ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണം വരെ ഉണ്ടാകും. പല രീതിയിലുള്ള പൂജാകർമ്മങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് രാവിലെ മുതൽ ക്ഷേത്രം ഉണർന്നിട്ടുണ്ട്. നിരവധി ആളുകൾ പല ഭാഗത്തു നിന്നും ഈ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ആ ഒരു അതിനോട് ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ പുഴയിൽ മുങ്ങി കുളിച്ചാണ് ഇവർ ഇവിടുന്ന് മടങ്ങുക. വീണ്ടും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് പോകും. പലരും ഈ രാവിലെ മുതൽ എത്തി ദൂരസ്ഥലത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ, അതായത് പുലർച്ചെ എത്തിച്ചേർന്നത്. ഇപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളൊക്കെ ആളുകളും എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ കുറച്ച് സമയമാകുമ്പോഴേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുട്ടിക്കാലത്ത് മഹാശിവരാത്രിയുടെയൊക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ കഥകൾ ഓർമ്മിക്കുന്നുണ്ടോ വല്ലതും? ഈ പാലാഴി മഥനം ചെയ്യുമ്പോൾ അമൃത് കടയുന്ന സമയത്ത് വരുന്ന കാളകൂട വിഷം മഹാശിവൻ കുടിക്കാൻ ശ്രമിക്കുന്നതും അതിൽ പാർവതി കണ്ടത്തിൽ പിടിക്കുന്നതും മഹാവിഷ്ണു വായിൽ പൊത്തിപ്പിടിക്കുന്നതുമായ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല ഐതിഹ്യങ്ങളും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലത്തെ ഈ കഥയും ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ ഈ സീരിയലുകളൊക്കെ ഉണ്ടായിരുന്നു, ഭക്തി സീരിയലുകളൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ അത്തരത്തിലുള്ള സീരിയൽ അമ്മമ്മയും അങ്ങനെയൊക്കെ കാണുമ്പം നമ്മളും പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട്
അതെ അതെ, അങ്ങനെ ആ അത്തരത്തിലുള്ള സീരിയലുകൾ Okay. ഉണ്ട്. മനസ്സിലായി. അപ്പൊ അത് എന്റെ വീട്ടിൽ അങ്ങനെ തന്നെ അമ്മമ്മയൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു അങ്ങനെ സീരിയല്. അങ്ങനെയാണ് ഈ കഥയൊക്കെ അറിയുന്നത്. ഓക്കെ അഞ്ജലി, എന്തായാലും അവിടെ മണപ്പുറത്ത് ആലുവ ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.